സ്ക്രീൻ പ്രിന്റിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നമ്മൾ 5 സ്റ്റാർ ഫിലിം എക്സ്പോസിങ്ങിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് ഞാൻ കാർഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, കാണാൻ താല്പര്യമുള്ളവരത് കാണുക. രണ്ടാമത് നമ്മൾ ഡയറക്റ്റ് ഫിലിം എക്സ്പോസിങ് അല്ലെങ്കിൽ ഫോട്ടോ എമിഷനും അമോണിയം ഡൈക്രോമേറ്റും ചേർത്തുള്ളൊരു എക്സ്പോസിങ് മെത്തേഡ്, അത് ഞാൻ കാർഡിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ കാണാത്തവർക്കുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഞാനത് കൊടുത്തേക്കാം. മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ക്രോമലിൻ ഫിലിം എക്സ്പോസിങ്. അപ്പോൾ ഇത് ഞാനിന്ന് അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോയും പ്രിൻ്റ് ചെയ്യുന്ന മെത്തേഡുമാണ് കാണിക്കുന്നത്. നമ്മൾ ടീഷർട്ടിൽ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കുള്ള SD ഇൻഡെക്സ് മീഡിയ എന്നുള്ളൊരു ലോഗോയാണ് ഞാൻ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെന്നാൽ ഇത് മൂന്നും നമുക്ക് ഇന്ന് പ്രചാരത്തിൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിന് 5 സ്റ്റാർ ഫിലിമിലാണെങ്കിൽ നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള പ്രിൻറ്റിങ്ങും നമുക്കതിനകത്ത് അധികം കോസ്റ്റ് കുറവാണ്. എന്നാൽ അതിനെക്കാട്ടിയും കോസ്റ്റ് കുറവാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പോസ് ചെയ്യുന്നത്. അതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ഷേ ഷാർപ്പായിട്ടുള്ള ലെറ്റേഴ്സ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ ലെറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനകത്തുനിന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റിങ്ങിന് എടുക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അഷുർ ചെയ്യുന്നത് 5 സ്റ്റാർ ഫിലിമിലാണ്. അതുപോലെ തന്നെ കിട്ടുന്നൊരു മെത്തേഡാണ് നമുക്ക് ക്രോമലിൻ ഫിലിം എക്സ്പോസിങ്. ക്രോമലിൻ ഫിലിമിന് നമ്മൾ ആ ഫിലിമും 5 സ്റ്റാർ ഫിലിമുമായിട്ട് ഏതാണ്ട് ഒരേപോലെയാണ്, പക്ഷേ അതിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ നിങ്ങൾ വീഡിയോയിൽ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രിൻ്റ്, ഏതാണ്ട് നിങ്ങൾക്ക് 1000-10,000 പ്രിൻ്റ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ സ്ക്രീന് ഡാമേജ് വരാതിരിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഈ ക്രോമലിൻ ഫിലിം മെത്തേഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഞാൻ വീഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം സംസാരിക്കാം. നമ്മൾ ക്രോമലിൻ ഫിലിം എങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മാറ്റർ. ഈ മാറ്റർ ഞാൻ ഈ സ്ക്രീനിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 2-3 മെത്തേഡ് നമ്മൾ പരിചയപ്പെടാൻ പെട്ട് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ മെത്തേഡാണ്. ആദ്യമായിട്ട് നമ്മൾ 5 സ്റ്റാർ ഫിലിമിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡ് പരിചയപ്പെട്ടു. രണ്ടാമത് ഫോട്ടോ എമിഷനും അമോണിയം ഡൈക്രോമേറ്റും കൂടെ ചേർത്തുള്ള ഒരു എക്സ്പോസിങ് പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ക്രോമലിൻ ഫിലിമിൽ എങ്ങനെ എക്സ്പോസ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ക്രോമലിൻ ഫിലിം. ഏതാണ്ട് ഒരു വയലറ്റ് കളറാണ് ഇതിനകത്ത്. നമ്മൾ 5 സ്റ്റാർ ഫിലിമിനെ പോലെ തന്നെ കോട്ടിങ് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇവിടെ ചെയ്യേണ്ടത് നമ്മളെ മാറ്റർ എത്രയാണ് നമ്മൾ അതിൻ്റെ അളവ്, ആ അളവിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ അളവ്. ഇത് കൂടുതൽ സൺലൈറ്റ് കാണാതെ നമ്മളങ്ങ് ശ്രദ്ധിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഫിലിം പാഴിപ്പോവും. നമ്മൾ 5 സ്റ്റാർ ഫിലിമിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്, അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫിലിം എടുത്തു കഴിഞ്ഞു. ഫിലിമിനകത്ത് നോക്കുക, ഇവിടെ പ്ലാസ്റ്റിക്കാണ്, ഇവിടെ നമുക്ക് കോട്ടിംഗ് ആണ്. ഈ ക്രോമലിൻ കോട്ട് ചെയ്തേക്കുകയാണ്. ആ കോട്ടിങ് നമ്മൾ ഈ മാറ്റർ നമ്മൾ മാറ്റി വയ്ക്കുക. ഇതാണ് നമ്മുടെ സ്ക്രീൻ. നമുക്ക് ചെറിയ മാറ്റർ ആയതുകൊണ്ട് നമ്മൾ ചെറിയ സ്ക്രീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രീനിനകത്ത് നമ്മൾ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഭാഗം വെളിയിൽ വരുത്ത രീതിയിൽ ഇത് ഇണക്ക് വെക്കുക. നമ്മൾ ഫ്രെയിമിൽ നമ്മൾ ഇതേപോലെ വെക്കുക. ഒരു ഗ്ലാസ് പ്രതലം നമ്മൾ എടുക്കുക. ഗ്ലാസ് പ്രതലത്തിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇത് ഇണക്ക് വെക്കാൻ. അപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളത് ക്രോമലിൻ ഫിലിം വെച്ച് കഴിഞ്ഞു, നമ്മൾ സ്ക്രീനും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അമോണിയം ഡൈക്രോമേറ്റും കൂടെ മിക്സ് ചെയ്യുന്നത് നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് എടുക്കാം. അമോണിയം ഡൈക്രോമേറ്റ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രീനിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വെളിച്ചം അല്പം കുറച്ചാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇതേപോലെ നമ്മൾ സ്ക്യൂജിയിൽ നമ്മൾ ഇത് കണക്ക് എടുക്കുക. എടുത്തതിന് ശേഷം ഫിലിം ഇതിൻ്റെ അടിയിലിരിക്കുകയാണല്ലോ, നമ്മൾ ഇതിനകത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് ഇതിനെ ഇങ്ങനെ ടൂസ് ചെയ്തെടുക്കുക.
അത് ഇങ്ക് കുറഞ്ഞു പോയി. നമ്മൾ ഇതേ കണക്ക് വെച്ചിട്ട് നല്ലതുപോലെ സ്ക്യൂജ് ഇതേ കണക്ക് സ്ക്രീനിൻ്റെ എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ നമ്മൾ ഉണക്കണം. ഉണ്ടോ, ഈ ഭാഗത്തും ആയിക്കഴിഞ്ഞു. നമുക്ക് സ്ക്യൂസർ കൊണ്ട് നമുക്ക് ഇവിടെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇതിനി ഉണങ്ങണം. നമുക്ക് ഇരുട്ട് റൂമിനകത്ത് ഇരുന്നത് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ എക്സ്പോസിന് എടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ആ സ്ക്രീൻ ഒന്ന് നോക്കാം. സ്ക്രീൻ ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുകയാണ്. സ്ക്രീനിൽ ഫോട്ടോ എമിഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്തുള്ളൊരു പ്ലാസ്റ്റിക് നമ്മൾ ഇളക്കണം. അപ്പം അതിന് ജസ്റ്റ് വെള്ളം കൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് ഇളവും. ഈ പ്ലാസ്റ്റിക്കിന് നമ്മൾ ഇത് ഇളക്കുക. ഇളക്കിയതിന് ശേഷമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ മാറ്റർ വയ്ക്കാൻ പോവുകയാണ്. മാറ്റർ വയ്ക്കുമ്പോൾ നമുക്ക് ഇത് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ വയ്ക്കുക. ഇങ്ങനെ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇതിനകത്ത് ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു തെർമോക്കോൾ പീസും കൂടെ ഞാൻ വെക്കുകയാണ്. ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ മാറ്റർ വയ്ക്കുന്നു. മാറ്റർ വെച്ചതിന് ശേഷം നമ്മൾ എക്സ്പോസ് ചെയ്യാൻ നേരം ഇതുപോലെ നമ്മളൊരു ഗ്ലാസ് വയ്ക്കണം. ഇത് നമ്മൾ സൺലൈറ്റിൽ കൊണ്ടുപോയതിന് ശേഷം ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നല്ല പ്രസ് ചെയ്ത് കൊടുത്താൽ എക്സ്പോസിങ് ആവും. ഇനി നമ്മളിത് കണക്ക് മറച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമുക്കിനി വെയിലത്ത് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ കൊണ്ടുപോകാം. ഇനി നമ്മൾ വെയിലത്ത് വെച്ച് നമ്മൾ ആ സ്ക്രീനിൽ പേപ്പർ ഞാൻ എടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സമയം ഒന്ന് നോക്കണം. ഇപ്പം നമ്മൾ ഒരു 5 മിനിറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മുക്കാലായപ്പോഴത്തേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് 4 മിനിറ്റ് കറക്റ്റായിട്ടുണ്ട്. ഞാനൊരു 4-4.5 മിനിറ്റ് ആകുമ്പോൾ ഞാനിത് എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം എക്സ്പോസിങ് ആവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ 4 മിനിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഒരു 4.5 മിനിറ്റിൽ നമ്മളിത് ക്ലോസ് ചെയ്യണം. നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഞാൻ 4.5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുകയാണ്. വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ആ മാറ്ററിൽ അതിനകത്തുള്ള ആ ഫിലിം ഇളവാൻ വേണ്ടിയിട്ട് നല്ല പ്രഷറിനാണ് നമ്മൾ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആ മാറ്റർ ക്ലിയർ ആവുന്നത് വരെ നല്ല പോയിൻ്റായിട്ട് നല്ല ഫോഴ്സിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഏതാണ്ട് ഒരുവിധം നമുക്ക് ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് വിരലുകൊണ്ട് ഒന്ന് ബാക്കിയുള്ള ഭാഗത്ത് ഇനി പോകാത്ത അതിൻ്റെ ഫിലിമിൻ്റെ കോട്ടിങ് ഉണ്ടെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. വെള്ളമുണ്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ അതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വെള്ളം നല്ല ഫോഴ്സിന്. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല ക്ലിയറാണ്. നല്ല രീതിയിൽ നമുക്ക് എക്സ്പോസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എത്ര ആയിരക്കണക്കിന് കോപ്പി 10,000 കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതാണ് ക്രോമിലിൻ ഫിലിം എക്സ്പോസിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് എത്ര 10,000 കോപ്പി നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഇത് പറ്റും. ഒരു കാരണവശാലും ഇത് ഡാമേജ് വരത്തില്ല. അപ്പോൾ ഇനി നമുക്കിത് പ്രിൻ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്ക്രീനെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ടീഷർട്ടിലാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഈ സ്ക്രീനിനെ നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ എഡ്ജിൽ കൂടെ നമുക്ക് പുറത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ പേപ്പർ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബ്രൗൺ ടേപ്പ്, സെല്ലോ ടേപ്പോ ഏത് ടേപ്പ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത്
ഇതിനകത്ത് സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മൾ ചെറിയ മാറ്ററല്ലേ, ചെറിയ മാറ്ററിനത് മതി. നമുക്ക് ഈ അകത്തും കൂടെ ഒന്ന് ഒട്ടിക്കാം, അല്ലെങ്കിൽ എഡ്ജിലെ കൂടെ ഇറങ്ങും. വളരെ വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൂടെ കവർ ചെയ്യാം. കാരണം തോന്നി പ്രിൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഇങ്കൊക്കെ സ്ക്രീനിൽ ഫ്രെയിമിലൊന്നും ആവാതിരിക്കണം, വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഒട്ടിക്കാം. ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല. ഇതാണ് നമ്മൾ ഇങ്ക് PVCയുടെ ഗോൾഡൻ യെല്ലോയാണ് ഞാൻ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. കറുത്ത ടീഷർട്ടാണ്, അപ്പോൾ അതിന് ഗോൾഡൻ യെല്ലോ നമുക്കൊന്ന് എടുക്കാം പെയിൻറ്റ്. അപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യാനുള്ളത് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്യണം പെയിൻറ്റ്. ഞാൻ കുറച്ച് പെയിൻറ്റ് എടുക്കുകയാണ്. നമുക്ക് ചെറിയൊരു പ്രിൻറ്റിങ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ മിക്സ് ചെയ്യാനുള്ള റെഡ്യൂസറും കൂടെ ചേർക്കുകയാണ്. ഇത് PVC റെഡ്യൂസർ തന്നെ ചേർക്കണം, എങ്കിലേ ഇത് ആ മിക്സിങ് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി നമ്മളതിനെ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഇതാണ് ടീഷർട്ട്, കറുത്ത ടീഷർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നു. ഇതിനകത്ത് പെയിൻ്റ് ആവരുത്. അതിന് ചെയ്യാനുള്ളത്, ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഭാഗത്ത് നമുക്ക് വയ്ക്കാം. നമുക്കിവിടെ ഒരു എംബ്ലം ഉണ്ട്, നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ ഇങ്ങനെ എൻ്റെ ചാനലിൻ്റെ അഡ്രസ്സാണ് ഞാൻ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് സ്ക്രീൻ. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ പേപ്പറിലൊന്ന് ആദ്യം പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് മാറ്റിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം അത് ഈ കളറായതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. പക്ഷേ ഒരു ബ്ലാക്ക് കളറാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഷാർപ്പ് പ്രിൻറ്റിങ്ങാണ്. ബ്ലാക്ക് കളറായപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി നമ്മൾ സ്ക്രീൻ ആ ഭാഗത്തോട്ട് വെച്ച് നമുക്ക് നല്ലതുപോലെ യൂസ് ചെയ്യാം. ഓക്കെ, പ്രിൻറ്റിങ് റെഡിയാണ്. നമുക്കിതിനി ഉണക്കാം. ഇനി വെള്ള കളർ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്യാം. ജസ്റ്റ് സാമ്പിൾ ആദ്യമേ നമുക്ക് ഇതിനകത്തൊന്ന് പ്രിൻ്റ് ചെയ്യാം. ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ ടീഷർട്ട് എടുക്കുകയാണ്. ടീഷർട്ടിനകത്ത് ഇനി പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഭാഗത്താണ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. സൂപ്പറായിട്ടുണ്ടെല്ലാം. ഇതുപോലെ നമുക്ക് ഒരു ലേശം പെയിൻറ്റ് മതി. നമുക്ക് എത്ര പ്രിൻ്റ് വേണോ എടുക്കാം. ഇനി നമ്മൾ ഒരു ടീഷർട്ടും കൂടെ അത് കണക്ക് വെള്ള കളറിന് പ്രിൻ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ ഈ സൈഡിൽ പ്രിൻ്റ് ചെയ്യണം. ഇനി നമ്മൾ ഈ സ്ക്രീൻ പ്രിൻ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇനി കാണിക്കുന്നത്. നമ്മൾ കണക്ക് റെഡ്യൂസർ ഒഴിച്ചതിന് ശേഷം ഇത് കണക്ക് നമ്മൾ വേസ്റ്റ് കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ പ്രിൻ്റ് ചെയ്യേണ്ട ലെറ്ററുകളെല്ലാം അടഞ്ഞിരിക്കും. നമ്മൾ ഇതിൻ്റെ റെഡ്യൂസർ ഒഴിച്ച് നല്ലപോലെ ഒരു 3-4 തവണ ഇത് കണക്ക്
ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. ഇത് വാഷ് ചെയ്ത് നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ കല്യാണ കത്തുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, നമുക്ക് പേപ്പർ ബാഗിലെ പ്രിൻറ്റിങ്ങുകൾ, എന്ത് മാധ്യമത്തിലും നമുക്ക് പ്ലാസ്റ്റിക്കിൽ ഗ്ലാസ് പ്രിൻറ്റിങ്, പിന്നെ അതുപോലെ തന്നെ അലൂമിനിയം, മെറ്റൽ, എല്ലാ മാധ്യമത്തിലും പ്രിൻ്റ് ചെയ്യാനാണ് നമുക്ക് ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഒരാൾക്ക് ഒരു സ്വയം തൊഴിൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പാക്കുന്ന ഒരു മെത്തേഡാണ്, ഒരു ഇൻഡസ്ട്രിയാണിത്, സ്ക്രീൻ പ്രിൻറ്റിങ് ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു പ്രിൻറ്റിങ് ആവശ്യം വരുമ്പോഴത്തേക്ക് വീണ്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു തവണ നമുക്ക് 1000-കണക്കിനോ 10,000-കണക്കിനോ കോപ്പി നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഈ എക്സ്പോസ് ചെയ്ത് വെച്ചേക്കുന്നതിന് യാതൊരു കംപ്ലൈൻറ്റും വരത്തില്ല. അതാണ് നമുക്ക് ക്രോമിലിൻ ഫിലിം എക്സ്പോസിങ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി എൻ്റെ മറ്റ് വീഡിയോ കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, നിങ്ങൾ കാണുക. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഞാൻ കമൻറ്റുകളിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്. സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ നമുക്ക് വിവിധ കളറുകളിൽ, എത്ര കളറിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാം, 4 കളറ് നമുക്കല്ലെങ്കിൽ 3 കളറ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് നല്ലൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും